പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, 4-ഉം 5-ഉം വാക്യം. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുക, സ്ത്രീയോ പുരുഷന്റെ തേജസ് ആകുന്നു. യേശു കർത്താവിന്റെ തേജസ് എന്ന് പറയുന്നത് ആ സഭ, തന്റെ കാന്തയായ സഭ. പുരുഷന്റെ തേജസ് സ്ത്രീയുടെ മേൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ തേജസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇടമാണ് തന്റെ കാന്തയാകുന്ന സഭ. ഒറ്റയാൻ പരിപാടി ദൈവസഭയിലില്ല. ഒറ്റയ്ക്ക് ഈ ഗ്ലോറി അനുഭവിക്കാൻ പറ്റത്തുമില്ല. ദൈവസഭ എന്ന് പറയുമ്പോൾ സംഘടനാപരമായുള്ള വിഭജനവുമല്ല, ഓരോ സെക്റ്റുകളായുള്ള തരംതിരിക്കലുമല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരും മരിച്ചുപോയ വിശുദ്ധന്മാരും എല്ലാം കൂടെ ചേർന്ന് ഒറ്റ ശരീരമായിരിക്കുന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ യേശു ക്രിസ്തുവിന്റെ തേജസ്സാണ്. നമ്മൾ പ്രായോഗിക ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരാത്തിടത്തോളം കാലം ഗ്ലോറി ഉണ്ടെന്ന് പറഞ്ഞാലും അനുഭവിക്കാൻ പറ്റത്തില്ല. ദൈവം ഒരുപാട് കാര്യങ്ങളിലൂടെ ഇത് പഠിപ്പിച്ച കേട്ടോ. കാരണം എങ്ങനെയാ പറയുക, ഞാൻ തായ്ലൻഡിൽ ഒരു മോളിൽ ഒരു കാത്തലിക് ആളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ സുവിശേഷം പറഞ്ഞു. അവസാനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ കൂടെ ഈ സിന്നേഴ്സ് പ്രയർ പറയാൻ പറഞ്ഞു. പുള്ളി പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്, അത് കഴിയുമ്പോൾ ഇല്ല. ഞാനില്ല, ഓൾറെഡി സുവിശേഷം പറയത്തില്ലെന്നും ഒക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താ ഇവിടെ ഒരു 45 മിനിറ്റ്സ് ഞാൻ എൻ്റെ കൂട്ടുകാരെല്ലാം മോളിൽ പോകുമ്പോഴും ഞാൻ അവിടെ പോകാതെ ഇരുന്ന് ഒരാളിനോട് സുവിശേഷം 45 മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞ് പുള്ളി പറയുകയാണ്, ഈ പ്രാർത്ഥിക്കുന്ന സമയത്തൊരു സന്തോഷമുണ്ട്, അത് കഴിയുമ്പോൾ ഇല്ല. ഞാൻ പറഞ്ഞു, കർത്താവ് എന്നാ പിന്നെ കള്ളു കുടിച്ചാൽ പോലെ. ആ സമയത്തൊരു സന്തോഷമില്ല. ഈ സന്തോഷം എന്തുകൊണ്ടാണ് നിലനിൽക്കാത്തത്? ഇതായിരുന്നു എന്റെ ചോദ്യം. ഞാൻ ആർക്കു വേണ്ടിയാ ചോദിച്ചേ? സുവിശേഷം പറയുന്നവർക്ക് എന്താ സന്തോഷം കിട്ടാത്തെന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു, നിന്റെ പ്രശ്നമായത്. നിന്റെ പ്രശ്നം എന്തുവാ? എന്നെ കർത്താവായി സ്വീകരിച്ചിട്ടില്ല, അതാ നിന്റെ പ്രശ്നം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾക്ക് ക്രിസ്തീയ ജീവിതം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ കാരണം നാം യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടില്ലെന്നുള്ളതാണെങ്കിൽ, യേശുവിനെ കർത്താവായി സ്വീകരിക്കാതെ ക്രിസ്തീയ ജീവിതം അതിൻ്റെ പ്രായോഗിക തലത്തിൽ അനുഭവിക്കുവാൻ കഴിയത്തില്ല എന്ന അനുഭവത്തോടെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുകയാണ്. ഹല്ലേലൂയ. ഞാൻ അന്ന് മുട്ടുമടക്കി പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയെ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഇപ്പോഴാ നീ മരിച്ചത്, ഇനി നീ പോയി കുഴിച്ചിടപ്പെടണം. ഹല്ലേലൂയ. അപ്പോഴേ സ്നാനത്തിലേക്ക് വരാനുള്ള അനുവാദമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥമായി മരിക്കാതെ നമ്മൾ കുഴിച്ചിടപ്പെട്ടാൽ അത് വെറും കർമ്മമായി മാറും, വെറും കൂദാശയായി മാറും. പക്ഷെ അത് കർത്താവുമായി ചേരുന്നതല്ല. കർത്താവുമായി ചേരണമെങ്കിൽ ദൈവവും ഞാനും കൂടെ ഒരു ഉടമ്പടിയിലേക്ക് വന്നിട്ട്, ഇന്നുവരെ ജഡത്തിൽ ജീവിച്ച ഞാൻ ഇനിയും ജഡത്തിലല്ല ജീവിക്കുന്നത്, ഇനിയും എൻ്റെ എനിക്ക് വേണ്ട എന്ന് എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ പറഞ്ഞിട്ട്, എൻ്റെ ഇഷ്ടത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വീകരിക്കാൻ, ദൈവത്തിൻ്റെ കർത്തൃത്വം സ്വീകരിക്കാൻ ഞാൻ കർത്താവുമായി ഉടമ്പടി എടുക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിൽ പിതാവിനോട് ചെന്ന്, പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ പോലെ ഞാനും അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കപ്പെടുമ്പോൾ ആണ് മരണം സംഭവിച്ചത്. അവനെയാണ് കുഴിച്ചിടേണ്ടത്. അവൻ എഴുന്നേറ്റ് വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയാ? ആത്മാവിൽ
പുനരുത്ഥാന ശക്തിയോടുകൂടി എഴുന്നേറ്റ് വരികയാണ്. ഈ പുനരുത്ഥാന ശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. യേശു ക്രിസ്തു മരിച്ചത് മാത്രമേ ഉള്ളായിരുന്നു എങ്കിൽ നമ്മുടെ പാപം ക്ഷമിച്ചു കിട്ടിയേനെ, അത് ശരിയാണ്. പക്ഷേ യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് പുനരുദ്ധരിക്കപ്പെട്ടു, അവൻ വീണ്ടും ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നു എന്നുള്ളത് ഇന്ന് നമുക്ക് നമ്മുടെ പാപത്തിൽ നിന്ന് നാം ജീവിക്കാതെ പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുവാൻ കഴിവുള്ള ഒരു ശക്തിയെ നമുക്ക് ധരിക്കുവാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ്. ഹല്ലേലൂയ. മരണവും പുനരുത്ഥാന ശക്തിയും ഒരുപോലെ നമ്മിൽ വ്യാപരിക്കണം. ഹല്ലേലൂയ. അതാണ് പൗലോസ് 7-ാം അധ്യായം പറയുന്നത്. എന്തുവാ? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആർ എന്നെ വിടുവിക്കും? എന്നിട്ട് പറയുക എന്തുവാ? പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. മലയാളത്തിൽ 8-ാം അധ്യായം 1-ാം വാക്യം അത്രയും പറഞ്ഞ് നിർത്തുന്നെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണ്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കാരണം അവർ ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഇപ്പോൾ right now, if you are walking in the spirit, you have no punishment. ഇപ്പോൾ, ഇന്നലെയാണെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇപ്പോൾ, now there is no condemnation who are in Christ Jesus, who walk according to the spirit, not according to the flesh. Hallelujah. എന്റെ ചെവി പറയുക, നീ എന്തിനാ കണ്ണിന് കണ്ണാടി കൊടുത്ത്? എനിക്കെന്താ കണ്ണാടി തരാത്തെന്ന് ചോദിച്ചാൽ എന്തു പറയും? മനസ്സിലായി? ചെവി പറയുക, എനിക്ക് കണ്ണാടി തരാൻ എന്താന്ന് ചോദിച്ചാൽ എന്തു പറയും? താര പറയും, നിനക്ക് അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ എല്ലാം പ്രവർത്തികൾ അല്ലെങ്കിൽ അസൈൻമെന്റ്സ്, the purpose is different. ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ ഇടയന്മാരായി. പക്ഷേ അപ്പോസ്തലന്റെ വഴിക്കും പോകാൻ പറ്റത്തില്ല, ഇടയന്റെ വഴിക്കും പോകാൻ പറ്റത്തില്ല. എല്ലാവരും തലയായ ക്രിസ്തുവുമായി കണക്ട് ചെയ്ത് വേണം ഓപ്പറേറ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ അവൻ ശരീരത്തിന്റെ ഭാഗമല്ല. അപ്പോസ്തലനായാലും, മനസ്സിലായില്ലേ, ഇടയനായാലും ആരായാലും അവൻ ശിഷ്യനാണ്. ശിഷ്യരിൽ ചിലർ അപ്പോസ്തലന്മാരായിരിക്കാം, പക്ഷെ എല്ലാവരും ശിഷ്യനാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഒരു ശരീരത്തിൽ പല അവയവങ്ങൾ ഉണ്ടെങ്കിലും ശരീരം ഒന്ന് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളും, നമ്മൾ വായിച്ച ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. റോമാലേഖനം 12-ാം അധ്യായം. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും, അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തെ പറ്റി ഒന്ന് ചിന്തിച്ചേ. കിഡ്നി അവിടെ ഇരുന്ന് നമ്മുടെ ബ്ലഡ് മുഴുവനും അതിലൂടെ കയറ്റി അത് ക്ലീൻ ചെയ്ത് വിടുന്ന എന്തിനു വേണ്ടിയാ? ഓരോ ഓർഗണിലും ആ നല്ല രക്തം കടന്നുപോയി ഓരോ ഓർഗനെയും ജീവിപ്പിക്കാൻ വേണ്ടിയാ. അല്ലാതെ കിഡ്നിക്ക് വേണ്ടിയാണോ അത് ചെയ്യുന്നത്? അല്ല. നമ്മുടെ കൈ കുറച്ച് ചോറ് വാരി കഴിക്കുന്നത് എന്തിനാ? ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും ഊർജം കിട്ടുവാൻ വേണ്ടി ആഹാരം വാരി. അപ്പോൾ ഈ ശരീരത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നത്. ശരീരത്തിന് ഓരോ അവയവങ്ങൾക്കും എന്ത് വേണം? ഓരോ അവയവങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വളരണം. ശരിയല്ലേ? കണ്ണ് കണ്ണിൻ്റെതായ രീതിയിൽ വളർന്നു വരണം, ചെവി ചെവിയുടേതായ രീതിയിൽ വളർന്നു വരണം,
ഓരോ അവയവങ്ങളും അതിൻ്റെതായ രീതിയിൽ വളർന്നു വരണം. പക്ഷെ ഓരോ അവയവങ്ങളും ഏതുമായി കണക്റ്റഡാ? തലയുമായി കണക്റ്റഡാണ്. അതുകൊണ്ട് ഓരോ അവയവങ്ങളും തമ്മിലും കണക്റ്റഡാണ്. ഒന്നെന്ന് പറയുന്നത്, ഈ അവയവം എന്ത് ചെയ്യണം? അവയവത്തിന് ശക്തി കിട്ടാൻ വേണ്ടി അവയവം ചിലതൊക്കെ റിസീവ് ചെയ്യണം, എന്നിട്ട് ചിലതൊക്കെ റിലീസ് ചെയ്യണം. അപ്പൊ നമ്മള് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമായി നിൽക്കുമ്പോൾ നമ്മളും ചിലതൊക്കെ റിസീവ് ചെയ്യണം. അതിൽ നിന്ന് കിട്ടുന്ന എനർജി വെച്ചിട്ട് ചിലതൊക്കെ റിലീസ് ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ ശരീരം കറക്റ്റായി ഓപ്പറേറ്റ് ചെയ്യും. ശരിയാണോ? അപ്പൊ ഇന്ന് പകൽക്കാലം നമ്മൾ ആദ്യമായി ഒന്ന് ചിന്തിക്കേണ്ടത്, നമ്മുടെ അടിസ്ഥാനം ക്ലിയർ അല്ലെങ്കിൽ മേൽക്കൂര പണിയാൻ പറ്റത്തില്ല. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഗ്ലോറി തിരിച്ചു വേണം. അതിനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ അത് വേണമെങ്കിൽ നമ്മുടെ അടിസ്ഥാനം മുതലേ ക്ലിയർ ആക്കി വരണം. മാനസാന്തരമില്ലാത്ത സ്നാനങ്ങൾ ദൈവം അക്സെപ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? മരിക്കാതെ കുഴിച്ചിടപ്പെട്ടാൽ ആ സ്നാനം പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ ഒരാൾ മരിക്കാതെ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കേസല്ലേ? ദൈവിക കോടതിയിലും അത് തന്നെയാണ്. അപ്പൊ നമ്മുടെ അടിസ്ഥാനം നമ്മൾ ക്ലിയർ ചെയ്തു വരണം. ഒന്ന്, അങ്ങനെ വന്ന് നമ്മൾ ക്രിസ്തു എന്ന ശരീരവുമായി അല്ലെങ്കിൽ മൂലക്കല്ലുമായി ജോയിൻ ആകണം. ആ തലയുമായി നമ്മൾ കണക്റ്റഡ് ആകണം. എന്നിട്ട് യഥാസ്ഥാനപ്പെടണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊസിഷൻ എവിടെയാണോ ദൈവത്തിന്റെ സഭയിൽ, ശരീരമാകുന്ന ദൈവസഭയിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ നമ്മുടെ പൊസിഷൻ എവിടെയാണോ അവിടേക്ക് നമ്മൾ വരണം. അവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ നടക്കും. ഇന്ന് ചില ക്യാൻസറസ് സെല്ലുകളുണ്ട്, അത് പെട്ടെന്ന് വലുതാകും. മനസ്സിലായോ? ശരീരത്തില് പെട്ടെന്ന് അതങ്ങ് ഗ്രോ ചെയ്യും. പക്ഷെ അതിന് തലയുമായി ബന്ധമില്ല. അത് ആക്ച്വലി ശരീരത്തെ ഡിസ്ട്രോയ് ചെയ്യുകയാണ്, അത് ശരീരത്തെ ബിൽഡ് ചെയ്യുകയല്ല. നമ്മൾ പ്രത്യേകം അറിയേണ്ടത്, തലയുമായി ബന്ധമില്ലാതെ നമുക്കൊരു ചലനം പോലും വേണ്ട. അങ്ങനെ ഒരു ക്യാൻസറസ് സെല്ലായി വിഘടിച്ച് അവിടെ ഒരു പ്രത്യേക ഗ്രേറ്റ് ഗ്രോത്ത് നമുക്ക് വേണ്ട. എനിക്ക് വളരെ സന്തോഷം തോന്നി. ബ്രോഡ്വേയിൽ നിന്ന് നാരോവേയിലേക്ക് വന്ന് നമ്മൾ പോകുന്ന പോക്ക് അങ്ങനെയാണ്. ശരീരത്തിലാകുമ്പോഴത്തേക്ക് ശരീരത്തിന്റെ അല്ലാത്തതിനെ എല്ലാം മുറിച്ചു മാറ്റി എല്ലാം ചെയ്ത് നമ്മൾ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇത്രയും ചെറുതായി വന്നാലേ ഇവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ ക്രിസ്തുവിന്റെ ശരീരത്തിൽ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ അല്ലാത്തത് എല്ലാത്തിൽ നിന്നും വേർപെട്ട്, ക്രിസ്തുവിന്റെ അല്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ വേർപെട്ട് മാത്രമേ ക്രിസ്തുവുമായി ജോയിൻ ആകാൻ പറ്റുള്ളൂ. ആ പ്രക്രിയ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ തലമുറയിൽ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അറിയാമല്ലോ, ആത്മാവ്, പ്രാണൻ, ദേഹം. അപ്പൊ നമുക്ക് നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണനും ശരീരവും ക്രിസ്തുവിന്റെ വരവിൽ അനന്യമായി കാക്കപ്പെടണം. ആത്മാവിന്റെ കാര്യം ഇപ്പൊ നമ്മൾ സംസാരിച്ചു. എന്തുവാ? നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അത് കഴിയുമ്പോൾ കർത്താവായി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കപ്പെട്ട് നമ്മുടെ ആത്മാവിലേക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവർ ത്രിയേക ദൈവം ഞങ്ങൾ അവനോട് കൂടെ വന്ന് വാസം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. കർത്താവ് എന്തുവാ പറഞ്ഞേ? ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. എന്തുവാ? ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. എന്നിട്ട് പറഞ്ഞു, പിതാവിനോട് ഞാൻ പറയും, കാര്യസ്ഥനെ അയച്ചു തരും, അവൻ നിങ്ങളുടെ ഉള്ളിൽ വരും, അവൻ നിങ്ങളുടെ ഉള്ളിലിരിക്കയാലും നിങ്ങൾ
നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ അവരെ അറിയുകയും കാണുകയും ചെയ്യും. നിങ്ങൾക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാൻ വേഴ്സ് എടുക്കാതെ, കാരണം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് ടച്ച് ചെയ്തേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തുവാണ്? നിങ്ങളിൽ ഇരിക്കയാലും നിങ്ങളുടെ കൂടെ വസിക്കയാലും നിങ്ങൾ അവരെ അറിയും. ലോകത്തിനോ അവനെ കാണുവാനോ അറിയുവാനോ കഴിയുകയില്ല. സഹോദരങ്ങളെ, നിങ്ങളുടെ അകത്തു വന്നൊരു പേഴ്സണെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോഴും ലോകമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ സമ്മതിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിടെ പറയുവാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതെങ്ങനെ പറയുമെന്ന് ചിന്തിച്ച് വന്ന. കാരണം ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയല്ല. നമ്മുടെ ഈ ടൈമിലുള്ള ചില ചർച്ചകൾ ചെന്നത് പറഞ്ഞാൽ ആർക്കും ഇത് മനസ്സിലാകത്തില്ല. അപ്പം അത് അങ്ങനെ പറയാം. അപ്പം ഞാൻ അതങ്ങനെ ചിന്തിച്ചാൽ വന്നത്. പക്ഷെ അങ്ങനെ വന്നപ്പോഴേ കർത്താവ് പറഞ്ഞു ഇത് പറയണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി അത് കറക്റ്റാണ്. കാരണം നിങ്ങൾക്കറിയാം. പക്ഷെ ആരെങ്കിലും ഈ ബേസിക് കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അതിലേക്ക് ഇന്ന് പകൽക്കാലം വരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മെ നമ്മുടെ അകത്തിരിക്കുന്ന ദൈവം, സഹോദരങ്ങളെ, യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നിടം വരെ ചെയ്ത് പരിശുദ്ധാത്മാവിനെ അയക്കുന്നിടം വരെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ മേൽ വന്നിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു മനുഷ്യന്റെ മേൽ വന്നിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് അവന്റെ അകത്ത് വരത്തില്ല. ഇതാണ് പുതിയ നിയമത്തിന്റെ മർമ്മം. എന്തുവാ? പരിശുദ്ധാത്മാവ് നമ്മുടെ മേലല്ല വന്നേ, അവനെ കർത്താവായി സ്വീകരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും അകത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ യേശു ക്രിസ്തു വിക്ടോറിയസ് ആയി എല്ലാറ്റിനും മുകളിൽ പോയിരിക്കുന്നു. ഞാൻ പറയട്ടെ, മരിച്ചു എന്നുള്ളത് മാത്രമല്ല, അവൻ പുനരുദ്ധരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവൻ പുനരുത്ഥാന ശക്തിയോടെ എഴുന്നേറ്റു എന്നത് അത് മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് മൂന്നാം സ്വർഗം വരെ പൗലോസ് പറയുന്നു. ഇനി അതിനു മുകളിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗത്തിന് മുകളിൽ പോയി നമ്മുടെ കർത്താവ് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അധോലോകത്തിനും ഭൂലോകത്തിനും സ്വർലോകത്തിനും മുകളിൽ കർത്താവ്, അവന്റെ താഴെയാ മുഴുവൻ കാര്യങ്ങളും. ഇനി അവന്റെ മുകളിൽ ഒന്നുമില്ല. അവിടെ നമ്മളെ ഇരുത്തിയിരിക്കുന്നു എന്ന് എഫെസ്യ ലേഖനം പറയുകയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ അവൻ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. അവിടെ അവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്തൊരു ഗ്ലോറിയസ് കാര്യമാണ്. ഹല്ലേലൂയ. അപ്പൊ എങ്ങനെയാണ് ഇത് നമ്മളിൽ വെളിപ്പെടേണ്ടത്? നമ്മുടെ ആത്മാവിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ആത്മാവ് പുനരുദ്ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ വീണ്ടും ജീവിക്കപ്പെടുന്ന എപ്പോഴാ? കർത്താവിനെ കർത്താവായി സ്വീകരിച്ചെന്ന് പറഞ്ഞ യേശുവിനെ കർത്താവായി വാ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ, എന്ന് പറഞ്ഞ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ശക്തിയെ കാണാൻ പറ്റുമോ? പക്ഷെ വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റും. അങ്ങനെ വിശ്വസിച്ചിട്ട് വാ കൊണ്ടത് ഏറ്റുപറയണം. യേശുവേ, കർത്താവേ, നീ എന്റെ കർത്താവാകുന്നു എന്ന്. അങ്ങനെ വിളിച്ചു പറയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ആത്മാവിലേക്ക് കർത്താവായി എഴുന്നള്ളി വരും. അപ്പൊ നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കപ്പെട്ടു, പുനരുദ്ധരിക്കപ്പെട്ടു. ഇനി നമ്മുടെ പ്രാണന്റെ പ്രോബ്ലം. അപ്പൊ ഇവിടെ റോമാലേഖനം പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അതൊരു ഓൺഗോയിങ് പ്രോസസ് ആണ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അത് ഒരു ടൈമിൽ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മൈൻഡ് മനസ്സിലായല്ലോ, നമ്മുടെ ദേഹി നമ്മുടെ ആത്മാവിനെ ചുറ്റി അങ്ങ് നിൽക്കുക. നമ്മുടെ ആത്മാവിനെ ചുറ്റി നിൽക്കുന്നത് എന്തുവാ?
ദേഹി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇമോഷനും നമ്മുടെ വില്ലും നമ്മുടെ മനസ്സും. അതിന്റെ പ്രാധാന്യം അർഹിക്കുന്ന മനസ്സെന്ന് പറയുന്നത് ജഡത്തിനനുസരിച്ച് ചിന്തിക്കുകയും ജഡത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മനസ്സാണ് നമുക്കുള്ളത്. അപ്പൊ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ട് ആത്മാവിൽ ദൈവത്തിന്റെ വചനം നിർമ്മലമായി വന്നാലും അത് പുറത്തേക്ക് ഒഴുകേണ്ടത് ഏത് വഴിയാണ്? നമ്മുടെ മനസ്സ് വഴിയാണ്. മനസ്സിലായോ? ആത്മാവിൽ കിട്ടുന്ന ദൈവവചനം നമ്മുടെ മനസ്സ് വഴിയാണ് വെളിയിലേക്ക് ഒഴുകേണ്ടത്. അപ്പൊ വെളിയിലേക്ക് ഒഴുകുമ്പോൾ ഞാൻ പറയട്ടെ, നിർമ്മലമായ ഒരു 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 സ്പ്രിംഗ്, വെള്ളത്തിന്റെ ഉറവ നമ്മളൊന്ന് സങ്കല്പിച്ച്, ആ ഉറവയിലെ വെള്ളം ക്ലീൻ അല്ലേ? ഇറ്റ്സ് എ വെരി ഗുഡ് വാട്ടർ, നമുക്ക് ഡ്രിങ്ക് ചെയ്യാം. പക്ഷെ അത് ഒഴുകി വരുന്നിടത്ത് അല്പം വിഷം ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ആ വെള്ളം മുഴുവനും വിഷമഴവയായി. അപ്പൊ നമ്മൾ ദേഹിയിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന, ഭൂമിക്ക് അനുകൂലമായി, ഈ ലോകത്തിന് അനുകൂലമായി ചിന്തിച്ചു കൊണ്ടിരുന്ന മൈൻഡ് കൊണ്ട് ദൈവത്തിന്റെ വചനം, ആത്മാവിൽ കിട്ടിയ വചനം നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്താൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ ആ വചനം എന്തായി മാറും? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിക്കുവീൻ, ഉയരത്തിലുള്ളത് അന്വേഷിക്കുവീൻ, ഉയരത്തിലുള്ളതിലേക്ക് നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകൃതമാക്കുവീൻ. നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. മനസ്സിന് ചിന്താഗതി മാറ്റണം. എങ്ങനെ മാറ്റും? വചനത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് കടന്നു വന്ന് വചനത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളെ മാറ്റണം. ഇപ്പോഴും നമ്മൾ ഭൂമിക്കനുസരമായി ചിന്തിച്ചു കൊണ്ടിരുന്നിട്ട് ദൈവവചനം മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നമ്മുടെ പ്രാണൻ വീണ്ടെടുക്കപ്പെടത്തില്ല. വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമായി സെക്കൻഡ് പാർട്ട് വരേണ്ടത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ ദേഹിയിൽ ഒരു മാനസാന്തരം ഉണ്ടാകണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയാമോ? കർത്താവേ എന്ന് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് എപ്പോഴും നമ്മുടെ ആത്മാവിലേക്ക് തിരിയുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം. ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടില് മെയിൻ റൂമില് നമ്മളൊരു ഒരു 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 ബുദ്ധിമാനായ മനുഷ്യനെ കൊണ്ട് ഇരുത്തി, എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി നിങ്ങളായി എൻ്റെ കാര്യം, കാരണം എനിക്ക് വലിയ ബുദ്ധിയൊന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഇനി ഇത് മുഴുവൻ നോക്കി നടത്തണം. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം എവിടെ ഇരിക്കുന്നത്? ദ സെന്റർ റൂമിൽ, ദ മെയിൻ റൂമിൽ, സെന്റർ റൂമിൽ ഇരിക്കുക. അപ്പോഴ് നമ്മുടെ വീടിന്റെ വാതിക്കൽ ഒരാൾ വന്നു. നമ്മൾ എന്ത് ചെയ്തു? അവിടേക്ക് ചെന്ന് ആ ആളിനെ അറ്റൻഡ് ചെയ്തു. അപ്പൊ ആ ആള് പറഞ്ഞു, എനിക്ക് ഇന്നത് വേണം, എന്തോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ അകത്തെ മുറിയിലേക്ക് തിരിയാൻ ഒരു മനസ്സ് കേട്. അതൊരു ചെറിയ കാര്യമല്ലേ, എനിക്കങ്ങ് ചെയ്യാവുന്ന ഉള്ളല്ലോ. അപ്പൊ നമ്മൾ എന്തോ ചെയ്തു? ആ ആളിനെ അങ്ങ് ഡീൽ ചെയ്ത് അങ്ങ് വിട്ടു. അടുത്തത് ഒരാൾ അടുക്കളവാതിക്ക വന്നു. അപ്പൊ നമ്മൾ അവരെ അവിടോട്ടും ചെന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ അങ്ങ് ഡീൽ ചെയ്ത് വിട്ടു. നമ്മളിപ്പം ഈ ആളിനെ കൊണ്ട് രാജാവായി ഈ സെന്റർ റൂമിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഓപ്പറേഷൻസ് എങ്ങനെയാ നടക്കുന്നത്? ആരാ ചെയ്യുന്നത്? ജഡത്തിലാ ജീവിക്കുന്നെന്നാ പറഞ്ഞ. ഇപ്പോഴും മനസ്സിലാവുന്നുണ്ടോ? അതാണ് കോരിന്ത്യരോട് പറഞ്ഞത്, നിങ്ങൾ ഇപ്പോഴും ആരാ? കേവലം. കാരണം എന്താ? നിങ്ങളുടെ അകത്ത് ക്രിസ്തു ഇല്ലാത്തതാണോ പ്രശ്നം? നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത, കർത്താവായി സ്വീകരിക്കാത്തതാണോ പ്രശ്നം? അല്ല, യേശുവിനെ കർത്താവായി നിങ്ങൾ സ്വീകരിച്ചെങ്കിലും കർത്തൃത്വത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല. ഇപ്പോഴും നിങ്ങൾ തന്നെ കാര്യങ്ങളെല്ലാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്? കയ്പ് വരുന്നത്, ദേഷ്യം വരുന്നത്, പിണക്കം വരുന്നത്, ജാരശങ്ക വരുന്നത്, അസൂയ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കർത്തൃത്വത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നില്ല. അപ്പൊ നമ്മൾ എന്തുവാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആ വാതിക്ക വന്ന ആളിനോട് പറയണം, 1 മിനിറ്റ് നിൽക്കെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയണം. എങ്ങോട്ട് തിരിയണം? മെയിൻ റൂമിലേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കണം, സാറേ എന്തുവാ ചെയ്യണ്ടേ? അപ്പൊ ഉത്തരം വരും.
ഉത്തരം വരും. അടുക്കള വാതിൽക്കൽ ചെന്നപ്പോഴും അവിടെ നിന്ന് ആൻസർ പറയല്ല ചെയ്യേണ്ടത്, അവിടുന്ന് എങ്ങോട്ട് തിരിയണം? കാരണം നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. ആലയത്തിൽ പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. ഇന്ന് വരെ ദൈവം തമ്പുരാൻ പ്രാകാരത്തിലോ വിശുദ്ധ സ്ഥലത്തോ വന്നിട്ടില്ല. ദൈവത്തിന്റെ ഗ്ലോറി, ദൈവം വന്നത് അതിവിശുദ്ധ സ്ഥലത്ത് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ, എന്റെ ആത്മാവെന്ന അതിവിശുദ്ധ സ്ഥലത്ത് മാത്രമേ ആത്മാവാകുന്ന ദൈവം വരത്തുള്ളൂ. അവിടെയാണ് ദൈവത്തിന്റെ വാസം. നിങ്ങളുടെ മൊബൈലിന്റെ അകത്തെ സിം കാർഡിനകത്ത് ഒരു ടവർ വന്നിരിക്കുന്നത് പോലെ വേറെ ഏതെങ്കിലും പാർട്ടി വരുമോ? ഇല്ല. ആ സിം കാർഡും ടവറുമായിട്ടാ ബന്ധം. കാരണം അതാ കമ്പനി വക, ബാക്കിയെല്ലാം വേറെ കമ്പനി വകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ അകത്ത് സക്കറിയാവിന്റെ പ്രവചനം 12-ാം അധ്യായം 1-ാം വാക്യം പറയുക, ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ചെയ്ത ദൈവം ഓരോ മനുഷ്യന്റെയും അകത്ത് മനുഷ്യാത്മാവിനെ നിർമ്മിച്ച് ആക്കിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഓരോ മനുഷ്യന്റെ അകത്ത് ദൈവം എന്തോ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്? ദൈവാത്മാവല്ല, മനുഷ്യാത്മാവ്. റോമാലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങ് കൺഫ്യൂഷൻ തോന്നും. ഇത് ദൈവത്തിന്റെ ആത്മാവാണോ നമ്മുടെ ആത്മാവാണോ എന്ന് കൺഫ്യൂഷൻ തോന്നും. കാരണം എന്താ അറിയാവോ? അവിടെ ദൈവത്തിന്റെ ആത്മാവും നാം മനുഷ്യന്റെ ആത്മാവും കൂടെ വന്ന് ഇഴുകി ചേർന്ന് കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ അറിയത്തില്ല അത് ദൈവത്തിന്റെ ആത്മാവാണോ മനുഷ്യാത്മാവോ. അത് രണ്ടും കൂടെ ഒന്നായി. നമ്മുടെ മൊബൈലിനകത്തിരിക്കുന്ന സിം കാർഡിലേക്ക് ടവർ വന്നു കഴിയുമ്പോൾ ടവറാണോ സിം കാർഡാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാത്തതുപോലെ നമ്മുടെ ആത്മാവിലേക്ക് ദൈവം വന്നു കഴിയുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവാകുന്ന ദൈവം വന്നു കഴിയുമ്പോൾ അത് രണ്ടും കൂടെ അങ്ങ് ഇഴുകിച്ചേർന്ന് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വയ്യാത്ത പോലാകും. അവിടെയാണ് കർത്താവ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്ന് കർത്താവ് സ്വർഗാദി സ്വർഗങ്ങളുടെ മുകളിൽ എന്ന് പറഞ്ഞ ഏറ്റവും ഉന്നതത്തിൽ ഇരിക്കുകയാണ്. നമ്മുടെ ഈ ദേവാലയം പണിയുന്ന യാക്കോബ് തല വെച്ച് കിടന്നുറങ്ങുമ്പോൾ എന്തുവാ കണ്ടേ? സ്വർഗത്തിൽ നിന്ന് ഒരു ഗോവേണി ബേഥേലിലേക്ക് ഇറങ്ങി വന്നു, അല്ലേ? അങ്ങനെയാണല്ലോ ബേഥേൽ എന്ന് പേരിടുന്നത്, നമുക്കറിയാമല്ലോ. അപ്പൊ അവിടേക്ക് വന്നപ്പോൾ സ്വർഗദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അവൻ കണ്ടു. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു ഗോവേണി ഇന്ന് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആകാശത്തിനും ഭൂമിക്കും മധ്യസ്ഥനായ ഒരുവൻ മാത്രം, അവൻ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു സ്വർഗത്തിൽ ഇരുന്നിട്ട് അവന്റെ ഗോവേണി നമ്മുടെ ആത്മാവിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നു. നാം നമ്മുടെ ആത്മാവിലേക്ക് ചെന്നിട്ട് ആ ദൈവത്തെ കാണുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന സ്വർഗത്തിലിരിക്കുന്ന കർത്താവിനെയാണ്. അപ്പൊ നമ്മളും അവിടെ ആയിരിക്കുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ദൈവത്തെ രാജാവായി നമ്മുടെ ആത്മാവിൽ സ്വീകരിക്കുകയും അവിടെ ഇരിക്കുന്ന ദൈവത്തിങ്കലേക്ക് നമ്മൾ ഒരു ദിവസം പല പ്രാവശ്യം തിരിയേണ്ടതുകൊണ്ട്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പറയുന്ന കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. ഇഫ് യു ടേൺ ടു ഗോഡ്, ഇഫ് യു ടേൺ ടു യുവർ ലോർഡ്, എവിടെ? നമ്മുടെ ആത്മാവിൽ. അത് ആരും അറിയത്തില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളിപ്പോ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്, നമുക്കൊരു പേന മേടിക്കണം, ജസ്റ്റ് എ പെൻ. നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ആത്മാവിലേക്ക് തിരിഞ്ഞിട്ട്, കർത്താവേ, ഈ പേന മേടിക്കുന്ന അങ്ങയുടെ ഹിതമാണോ? അപ്പൊ നമ്മൾ എങ്ങോട്ടാ തിരിഞ്ഞ്? നമ്മുടെ ആത്മാവിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ആദ്യമേ കർത്താവായി അവിടെ ഇരുത്തണം. അത് കഴിയുമ്പോൾ ആ കർത്താവിലേക്ക് എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കണം. ചെറുതും വലുതുമായ ഓരോ കാര്യത്തിലും കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് നാം നമ്മുടെ ആത്മാവിലേക്ക് മടങ്ങുന്നെങ്കിൽ, നാം ആത്മാവിലേക്ക് തിരിയുന്നെങ്കിൽ, ആത്മാവിൽ നിന്ന് ഒരു ശക്തി, പുനരുത്ഥാന ശക്തി
ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിൽ വെളിപ്പെടുത്തിക്കൊണ്ട് വരുവാൻ വേണ്ടി ഓരോ നിമിഷവും അത് ശക്തിയോടെ വെളിയിലേക്ക് വരും. അപ്പോൾ നമ്മൾ അറിയാതെ ദൈവഹിതം ചെയ്തു പോകും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. സത്യത്തിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. ആത്മാവിൽ ശമരിയക്കാരി സ്ത്രീ ചോദിച്ചത്, ഞങ്ങൾ എവിടെയാ ആരാധിക്കണ്ടേ? പ്ലേസാ ചോദിച്ചത്, എവിടെയാ? അപ്പൊ യേശു പറഞ്ഞ എന്തുവാ? ഈ മലയിലുമല്ല, യെരുശലേമിലുമല്ല, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ആ പള്ളിയിലുമല്ല, ഈ പള്ളിയിലുമല്ല, ഇവിടെയുമല്ല, അവിടെയുമല്ല. നിങ്ങൾ എവിടെയാ ആരാധിക്കേണ്ടത്? നിങ്ങളുടെ ആത്മാവിൽ ഇറങ്ങി വരുന്ന ആത്മാവുമായി നിങ്ങൾ കൂട്ടായ്മ ആചരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ കടന്നു പോകണം. ദാവീദിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ പറയട്ടെ, പഴയ നിയമത്തിൽ വസിച്ച പുതിയ നിയമ വിശ്വാസിയായിരുന്നു ദാവീദ്. അവൻ പറയുകയാണ്, എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു. ആരോടാ പറഞ്ഞേ? അവനവന്റെ അകത്തേക്ക് മടങ്ങിപ്പോയി. അവന്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് പറയുക, നീ വിഷമിക്കണ്ട, എനിക്കൊരു ദൈവമുണ്ട്. അവൻ ഈ ആത്മാവിൽ ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. ഇന്ന് പുതിയ നിയമ വിശ്വാസികളായ നമ്മള് പഴയ നിയമത്തിലേക്ക് മടങ്ങി പോകുന്നുണ്ടോ എന്ന് എനിക്ക് വല്ലാത്ത സംശയമുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗങ്ങളിൽ വസിച്ച് പുതിയ നിയമ കരാറിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടും നമ്മൾ ഈ കർത്തൃത്വം അംഗീകരിച്ച് നമ്മൾ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ആത്മാവിൽ ഇറങ്ങി വരുന്ന ദൈവവുമായി കമ്മ്യൂണിയൻ ചെയ്യുന്നില്ലെങ്കിൽ, ആശയവിനിമയം ചെയ്യുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, ആരാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധന എന്താരാധനയാണ്? അങ്ങനെ ആരാധിക്കുന്ന വ്യക്തി ജീവിതമേ, പൗലോസ് പറഞ്ഞ പോലെ ഞാനും പറയട്ടെ, അങ്ങനെയുള്ളവർ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിച്ചുള്ള സത്യത്തിലുള്ള ആരാധന, യേശു ക്രിസ്തുവിന്റെ അവയവങ്ങൾ ഒന്നിച്ച് ഒറ്റ ശരീരമായി കൂടി വരുമ്പോൾ അവന് സങ്കീർത്തനമുണ്ട്. ആ സങ്കീർത്തനം അവൻ അവിടെ വന്നപ്പോഴല്ല കിട്ടിയേ, അവന്റെ ആത്മാവിൽ ചെന്ന് പരിശുദ്ധാത്മാവുമായി അവൻ ആരാധിച്ചപ്പോഴാ അവന് സങ്കീർത്തനം കിട്ടിയത്. ഹല്ലേലൂയ. പക്ഷെ അവൻ ഒന്നിച്ചു വരുമ്പോൾ ഷെയർ ചെയ്യാൻ അവന് ചിലതുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ഒന്നിച്ചു വരുന്നതാ ദൈവസഭ. അങ്ങനെയുള്ളവർ ഒന്നിച്ചു വരുന്നതാ ദൈവസഭ. അത് 2 പേര് മതി, അത് 3 പേരായിക്കോട്ടെ, 300 പേരായിക്കോട്ടെ, അത് വിഷയമല്ല. പക്ഷെ ഞാൻ പറയട്ടെ, അവർ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ 2 പ്ലേസാ. എന്തുവാ? ഒന്ന് ക്രിസ്തുവിന്റെ ശരീരമായി അവന്റെ ശരീരത്തിൽ അവയവങ്ങളായി ഒന്നിച്ചു കൂടുന്നു. മറ്റേത് ഓരോ അവയവവും തലയുമായി ബന്ധപ്പെട്ട് ആ കർത്തൃത്വത്തിലേക്ക് മടങ്ങുന്നു. ഇങ്ങനെ 2 രീതിയിലും ആരാധിക്കുന്ന ദൈവജനം. പഴയ നിയമത്തിൽ പെട്ടെന്ന് പറഞ്ഞു നിർത്തട്ടെ. പഴയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ജനം ആലയത്തിലേക്ക് വന്നപ്പോൾ they should supposed to bring something from their വിളവിൽ നിന്ന്, അവരുണ്ടാക്കിയെടുത്തതിൽ നിന്ന്. നല്ല ദേശത്ത് അവർ പ്രവേശിച്ച് അന്ന് മന്ന നിന്നു. മരുഭൂവാസം കഴിഞ്ഞു, യോർദാൻ കടന്ന് നല്ല ദേശത്തേക്ക് വന്നു, കനാനിലേക്ക് വന്നു. അന്ന് മന്ന നിന്നു. അവർ അറിയാമല്ലോ നിങ്ങൾക്ക്, യോശുവയുടെ 5-ാം അധ്യായത്തിൽ അത് എഴുതിയിരിക്കുന്നു. മന്ന നിന്നു. പിന്നെ അവർക്ക് എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നേ? ദേശത്തിലെ ഫലമായിരുന്നു അവർ അനുഭവിച്ചത്. എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, യേശു ക്രിസ്തു എന്ന നല്ല ദേശത്ത് നമ്മൾ മരുഭൂമിയിൽ അഴഞ്ഞുഴലുന്നതെല്ലാം മാറിയിട്ട് യോർദാൻ കടന്ന് നല്ല ദേശമായ യേശു ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വിഭവസമൃദ്ധമായ ഗ്ലോറി നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അതാ പറഞ്ഞ, ജഡത്തിന്റെ ഈ വക പ്രവർത്തിക്കുന്നവരാരും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയുക. എന്നാൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, ഇന്ദ്രിയജയം, മനസ്സിലായല്ലോ? 9 കൂട്ടം കാര്യം വിശ്വസ്ത. ഇപ്പൊ എന്തോ അവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ,
ജഡത്തിൽ ജീവിക്കുന്ന, ജഡത്തിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന, ആ ഫലം ചെയ്തിരിക്കുന്ന ആരും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഒന്ന്, ദൈവരാജ്യം കാണത്തില്ലെന്ന് പറഞ്ഞു നിക്കോദിമോസിനോട്, പുതുതായി ജനിച്ചില്ലെങ്കിൽ. 2, ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ. 3, അവകാശമാക്കത്തില്ല. ഈ ബിൽഡിങ്ങിൽ എനിക്ക് കാണാൻ, നിങ്ങൾ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാണാം. ഡോറ് തുറന്നു തന്നെ ഞാൻ പ്രവേശിക്കാം, ശരിയല്ലേ? അതിന് വലിയ മുതൽ മുടക്കില്ല. പക്ഷെ ഇതിനെ അവകാശമാക്കണമെങ്കിലോ ഐ ഹാവ് ടു പേ സംതിങ് ദാറ്റ് യു ആസ്ക്. അപ്പൊ ദൈവം പറയുന്നത് എന്തുവാണെന്നറിയാമോ? നിനക്കുള്ളത് മുഴുവനും ഭിക്ഷയായിട്ട് കൊടുക്ക. എന്തുവാ? അസൂയ അങ്ങ് ഭിക്ഷയായിട്ട് കൊടുക്കാൻ, കോപം അങ്ങ് ഭിക്ഷയായിട്ട് കൊടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മള് കർത്തൃത്വത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് തിരിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വിഭവസമൃദ്ധമായ കുറെ അനുഭവങ്ങൾ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഒരു അംശം കൊണ്ട് നമ്മൾ കൂടി വരുമ്പം വരണം. അതിന്റെ ഒരു അംശം കൊണ്ട്, അത് മുഴുവനും കൊണ്ടല്ല അവർ വന്നേ, അവര് അതിന്റെ ഒരു അംശം കൊണ്ട്. പക്ഷെ അത് ഭയങ്കരമായിരുന്നു. നമ്മുടെ സഭകളിൽ നമ്മൾ കൂടി വരുമ്പോൾ ഒരാഴ്ച ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ എന്ന് പറഞ്ഞ കരുണയുള്ള, ഇപ്പൊ നമ്മൾ നേരത്തെ കേട്ടല്ലോ, എന്തുവാ ദൈവത്തിന്റെ ഗ്ലോറി എന്ന് പറഞ്ഞ എന്തുവാ? അവൻ കരുണയുള്ളവനെന്നും ദയയുള്ളവനെന്നും ദീർഘക്ഷമയുള്ളവനെന്നും. അപ്പൊ ഈ ക്യാരക്ടേഴ്സ് നമ്മളിൽ വെളിപ്പെടുന്നതാണ് നല്ല ദേശത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന വിഭവസമൃദ്ധമായ. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പേ വരെ ഞാൻ നമ്മൾ ഈ ഇസ്രായേൽ മക്കൾ കൊണ്ടുവന്നതുപോലെ കൊണ്ടുവരണമെന്ന് ചിന്തിച്ച് പല പ്രസംഗങ്ങളും കേട്ടു. ഞാനും ചിന്തിച്ച എന്താണെന്നറിയാവോ? കുറച്ച് പൈസ കൊണ്ടുവന്ന് ഓഫറിങ് ഇടുന്ന കാര്യമായി പറയുന്നതാണ് ഞാൻ ചിന്തിച്ചിരുന്നു. മനസ്സിലായില്ലേ? വെറും കൈയോടെ വരരുതെന്ന് പറഞ്ഞപ്പം കുറച്ച് പൈസ കൊണ്ടുവന്ന് ഓഫറിങ് ഇടുന്ന കാര്യമാണ്. അല്ല ദൈവമക്കളെ, ക്രിസ്തുവിൽ നമ്മൾ അധ്വാനിച്ചിട്ട്, ക്രിസ്തുവിനെ നമ്മൾ അനുഭവിച്ചിട്ട്, ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ക്രിസ്തു എന്ന മണ്ണിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങിയിട്ട് ആ മണ്ണിൽ നിന്ന് വിഭവസമൃദ്ധമായ ദയ, വിഭവസമൃദ്ധമായ പരോപകാരം, വിഭവസമൃദ്ധമായ എന്തുവാ പറഞ്ഞ ദയ, കാരുണ്യം, കരുണ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇതെല്ലാം നമ്മൾ ഇങ്ങോട്ട് വലിച്ചെടുത്ത് അത് നമ്മളിലേക്കായിത്തീരുമ്പോൾ, അത് നമ്മളിലേക്ക് നിറഞ്ഞു വരുമ്പോൾ കോപം എവിടെ, അസൂയ എവിടെ, പിന്നെ അതിന്റെ പേര് പോലുമില്ല. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, ഞാൻ വളരെ സന്തോഷത്തോടെയും വളരെ ഉത്സാഹത്തോടെയും നിങ്ങളോട് പറയുകയാണ്. കാരണം നിങ്ങൾ ആ വഴിയിലേക്ക് അന്വേഷിക്കുന്നവരും നിങ്ങൾ അതിനുവേണ്ടി ജാഗരിക്കുന്നവരുമായതുകൊണ്ടും ഞാൻ കുറേ നാളുകൾ, ഒരു 3-3.5 വർഷം ഞാൻ ഒരു മുറിക്കകത്ത് ഡോറടച്ചിട്ട് അകത്തിരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാതെ ഞാൻ ഇനി പ്രസംഗിക്കത്തില്ലെന്ന് തീരുമാനിച്ച് കർത്താവുമായി വന്നപ്പോൾ കർത്താവിനെ നടത്തിയ ചില വഴികൾ പ്രാക്ടിക്കലി പറയുകയാണ്. ഇത് നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കാതെ തിയററ്റിക്കലി കൊണ്ടു നടന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ കുറച്ച് അലച്ചുകൂവി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. പ്രാക്ടിക്കലി നമ്മൾ ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ കർത്താവിലേക്ക് ഓരോ സമയം കർത്താവിനെ കർത്താവായി നമ്മുടെ അകത്ത് സ്വീകരിച്ചതിന് ശേഷം, ഞാൻ പിന്നെ അത് പറയുന്നത്, അത് സ്വീകരിക്കാതെ നമുക്ക് കർത്താവിലേക്ക് തിരിയാൻ പറ്റത്തില്ല. അവിടെ ഒന്നും ആരുമില്ല, അത് ഡെഡാ. മനസ്സിലായോ? നമ്മളെ കർത്താവിനെ കർത്താവായി നമ്മുടെ ആത്മാവിൽ കൊണ്ടുവരാതെ അവിടേക്ക് തിരിഞ്ഞാൽ ഒന്നുമില്ല, അത് ഡെഡാ. പിന്നെ അവിടെ എന്താ കിട്ടാന്? അവിടെ കർത്താവായി വെളിപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് തിരിയുക. ഒരു ദിവസം പല പ്രാവശ്യം ഓരോ ഡിസിഷനിലും, ഓരോ സെക്കൻഡിലും, അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും, ഓരോ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുമ്പോഴും ആ കർത്താവിലേക്ക് ഒന്ന് തിരി. ഒട്ടും സമയം എടുക്കത്തില്ല, സെക്കൻഡുകളെ എടുക്കുള്ളൂ. ഒന്ന് തിരിഞ്ഞ് കർത്താവേ, ഒന്ന് തിരിഞ്ഞ് കർത്താവേ, ഒന്ന് തിരിഞ്ഞ് കർത്താവേ. അത് വെളിയിൽ പോലും കേൾക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചില സമയത്ത് കാരണം വാഗൊണ്ട് യേശുവിനെ കർത്താവ് ഏറ്റു പറയണം. അപ്പൊ കർത്താവായ യേശുവേ എന്ന് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ആത്മാവിലേക്ക് തിരിയുവിൻ. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഗ്ലോറി, ആ യേശു ക്രിസ്തുവിൽ ഉണ്ടായ ഗ്ലോറി, രണ്ടാമത്തെ ആദമായി ജീവിപ്പിക്കുന്ന ആത്മാവായി മാറിയ യേശു ക്രിസ്തു തന്നെ സാക്ഷാൽ ഗ്ലോറിയായി നമ്മുടെ അകത്ത് വസിച്ചിട്ട്, ഞാൻ പറയട്ടെ, ഈ മോൾഡ് ഉണ്ടാക്കുമല്ലോ, ഈ ടയറിന്റെ ഒക്കെ മോൾഡ് ഉണ്ടാക്കി ആദ്യത്തെ ഒരു മോൾഡ് ഉണ്ടാക്കും. അത് കഴിയുമ്പോൾ
പടപടപടാന്ന് പറഞ്ഞ് ടയറുകൾ അങ്ങ് ഒരു എല്ലാം സെയിം. അത് അറിഞ്ഞിരുന്നു എങ്കിൽ ഈ ലോകത്തിന്റെ അധിപതി യേശുവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. എന്താണെന്നറിയാമോ? ഇങ്ങനെ ഒരു മോൾഡായിരുന്നു ക്രിസ്തു എന്ന് പിശാച് അറിഞ്ഞിരുന്നെങ്കിൽ പിശാച് യേശുവിനെ കൊല്ലത്തില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തുവിനെ അനുരൂപമായി, ഹല്ലേലൂയ, അവനോട് സാമ്യമായി, അവനായി, അവനെ പോലെയായി, ഹല്ലേലൂയ, അവന്റെ ഗ്ലോറി ആയി നമ്മളെ മാറ്റുവാൻ, ഹല്ലേലൂയ, അവന്റെ മഹത്വമായി, അവന്റെ തേജസ്സായി, അവന്റെ കാന്തയായ നമ്മളെ മാറ്റുവാൻ ദൈവം ഈ ചെയ്തതൊന്നും വേസ്റ്റാക്കി കളയരുത്. ബുദ്ധിയോടെ, പരിജ്ഞാനത്തോടെ, താഴ്മയോടെ കർത്താവിലേക്ക് തിരിവീൻ. നമ്മളെല്ലാവരും പല പല അവയവങ്ങളാണ്, എന്നാൽ ക്രിസ്തു എന്ന ഒറ്റ ശരീരത്തിന്റെ ഭാഗമാണ്. തലയെ നോക്കിയാ അറിയുന്നത് ശരീരം ഏതാന്ന്, അല്ലേ? തലയെ നോക്കിയാണ് അറിയുന്നത് ശരീരം ഏതാന്ന്. എന്റെ തല കണ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇതാരാണെന്ന്. അപ്പൊ തലയാണ് ഇതാരാണെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തു ആയിരിക്കട്ടെ നമ്മുടെ തല, അവനായിരിക്കട്ടെ നമ്മുടെ രാജാവ്, അവനായിരിക്കട്ടെ നമ്മുടെ പ്രഭു. അവനിലേക്ക് തിരിയാം. ഞാൻ എത്ര പറഞ്ഞാലും ഞാൻ പിന്നെയും പറയുന്നു, അവനിലേക്ക് തിരിയൂ. അവൻ ഇന്ന് സ്വർഗത്തിലിരിക്കുന്നു. പക്ഷെ അവനെ കാണണമെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ അവനെ കൊണ്ടുവന്ന് അവിടേക്ക് തിരിഞ്ഞാലേ കാണുകയുള്ളൂ.